തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മാസത്തെ ലീവുമായിട്ട് നാട്ടിലോട്ട് ഫ്ലൈറ്റ് കയറിയപ്പോൾ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം എൻ്റെ കോർഡിനേഷൻ മൊത്തത്തിൽ എവിടെയോ ഒന്ന് പാളി. പണ്ട് റെക്കോർഡൊക്കെ കിട്ടി ന്യൂസിലൊക്കെ വൈറലായപ്പോഴത്തേക്കും എൻ്റെ ഒപ്പം വൈറലായ ഒരു താരമായിരുന്നു ഈ ഒരു ഫ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ എന്നെക്കൊണ്ടാവില്ല. എന്ത് വില കൊടുത്തും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഇന്നിതിനെ നന്നാക്കി എടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് മുതലേ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് വളർന്നു കിടന്നിരുന്ന പെന്നിവേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ്, അതായത് നമ്മുടെ നാട്ടിലെ കൊടങ്ങലില്ലേ, അതിൻ്റെ ഒരു ചൈനീസ് വേർഷൻ ആയിട്ടുള്ള പെന്നിവേർട്ടായിരുന്നു. അത് നന്നായിട്ട് വളർന്ന് അതിനകത്തങ്ങ് ലാവിഷായിട്ട് കഴിയുമായിരുന്നു. അതിനെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി കുളം നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകണം. ഈ പെന്നിവേട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കട്ടിയായിട്ട് വളർന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് മീനുകളെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു. കാരണം സൂര്യപ്രകാശം അകത്ത് കയറാതെയൊക്കെ ആയിട്ട്. ഇതിനിടയിൽ നല്ല ശക്തിക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ എന്തായാലും അകത്തേക്ക് കയറുകയാണ്. ഈ മഴയത്തും ഇവ നന്നായിട്ട് നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഉറച്ച തീരുമാനമായിരുന്നു എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഇത് നിർത്തില്ല എന്നുള്ളത്. ഇതിനകത്ത് ഫിഷിന് വേണ്ടിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി പായലിടുന്നുണ്ട്. അത് പോരാത്തതിന് നമ്മൾ ഫിഷിനെ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് നേരം ഇട്ടതിന് ശേഷം മാത്രമേ മീനുകളെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. കളർ മോളിയും അതുപോലെ തന്നെ വൈറ്റ് മോളി, ബ്ലാക്ക് മോളിയൊക്കെയാണ് വാങ്ങിയേക്കുന്നത്. മഴയ്ക്ക് ഒരു കുറവുമില്ല. ഇനി അതിനുശേഷമുള്ള രാവിലത്തെ വിഷ്വൽ കാണാം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും, ഉറപ്പാണ്. എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ഇപ്പോഴും ഒന്ന് ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഉമ്മ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മോർണിംഗ് വിഷ്വലിലേക്ക് കിടക്കാം. നമുക്ക് വീണ്ടും കാണാം, നോക്കാം. ഓക്കെ, ബൈ ബൈ.